മൈ യൂട്യൂബ് ചാനൽ 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വേണ്ട ആൾക്കാർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ആണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. പേഴ്സണൽ റീഡിംഗ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം, ഒട്ടും വൈകിക്കാതെ തന്നെ. നിങ്ങളിൽ നിന്ന് വിട്ടുപിരിയാൻ ഈ വ്യക്തി തയ്യാറല്ല. കാരണം എന്താണ്? ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഓവറോൾ ഒരു ഡീറ്റെയിൽ റീഡിംഗ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ സ്പിരിറ്റ് ഗൈഡ്സും യൂണിവേഴ്സും ഒക്കെ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് എന്നുള്ളത് നോക്കിയിട്ട് ബാക്കി നമുക്ക് നോക്കാം. നമ്മൾ ഒരു കാർഡ്സ് എടുക്കുമ്പം കംപ്ലീറ്റ് ആയിട്ടുള്ള എനർജിയാണ് എടുക്കാറ്. സോ ഈ ടോപ്പിക്ക് നമ്മൾ എന്തായാലും ഇതിൽ അവസാനം പറയുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് തന്നെ തൊട്ട് നിങ്ങൾ കാണാം. എന്നാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു സ്പിരിറ്റ് ഗൈഡ്സിന്റെ ഈ ഒരു കാർഡ് നമുക്ക് അവസാനം എടുക്കാം. ആദ്യം ഈ ഒരു 3 പോർഷൻ നമുക്ക് എടുക്കാം. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് കാർഡ് തന്നെ കിട്ടിയിട്ടുള്ളത് പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്, ലാസ്റ്റ് ക്വാർട്ടർ മൂൺ ഇൻ സാജിറ്റേറിയസ് ആണ്. എന്ത് വില കൊടുത്തും ഇതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജിയാണ് എനിക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. എന്ത് വില കൊടുത്തും പ്രയത്നിക്കുന്ന ആൾക്കാർ, അതായത് ഈ പ്രണയബന്ധത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, അതിപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലായിക്കോട്ടെ, കരിയർ പരമായിട്ടായിക്കോട്ടെ, റിലേഷൻഷിപ്പിന്റെ കാര്യമായിക്കോട്ടെ, ഏത് രീതിയിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ അതിൽ ആ ഒരു കാര്യത്തിൽ വിജയം കണ്ടെത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏതറ്റം വരെയും പോകുന്ന ആൾക്കാരെയാണ് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. സോ തീർച്ചയായിട്ടും ഇവിടെ പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ് ആണ്. നിങ്ങൾ പലപ്പോഴും പരാതിപ്പെടുന്ന കാര്യങ്ങൾ കുറച്ച് കൂടി പോകുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളും പരിശ്രമിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകാം. ബട്ട് സ്റ്റിൽ ഇവിടെ പരാതിപ്പെട്ടികൾ ഒരുപാട് എനിക്കിവിടെ കിട്ടുന്നുണ്ട്. പരാതി മാത്രം പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങൾ പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ് ടെക്നിക്ക് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. നന്ദി പറഞ്ഞുകൊണ്ട് വേണം നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് വരാൻ പോലും. നിങ്ങൾക്ക് എന്താണോ ഉള്ളത് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ എപ്പോഴും നന്ദി അറിയിച്ചുകൊണ്ടിരിക്കണം. നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കണം. ഓക്കെ, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിട്ടാണ് കാണിക്കുന്നത്. യൂണിവേഴ്സ് അത് എന്തുകൊണ്ട് ആ ഒരു കാര്യം നോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ആ ഒരു ദിനചര്യയിൽ നിങ്ങൾ കൊണ്ടുവരേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡ് ടെക്നിക്സുകളാണ്. അത് ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഒരു മന്ത്രത്തിന്റെ രൂപത്തിലാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. സ്പെൽ വർക്ക് ആണെങ്കിൽ അങ്ങനെ, അഫർമേഷൻസ് ആണെങ്കിൽ അങ്ങനെ, അത് ഏതൊക്കെ രീതിയിലൊക്കെയാണോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു നന്ദി നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. അതിപ്പോൾ പ്രപഞ്ചശക്തിയോട് മാത്രമല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ദൈവങ്ങളോടും നിങ്ങളുടെ പൂർവികരോടും നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് നന്ദി പറയാം. ഓക്കെ, അപ്പോൾ ആ ഒരു കീഴ്വഴക്കങ്ങൾ അനുസരിച്ച് നിങ്ങൾ അത് ചെയ്യണം. ആൻഡ് ഓൾസോ ദ ഫ്രീഡം ആണ്. ഇവിടെ പല കാര്യങ്ങളിൽ നിങ്ങൾ സ്വയം തന്നെ തളച്ചു വെക്കുന്നുണ്ട്. തളച്ചിടുക, സ്വന്തമായിട്ട് തളച്ചിടുക എന്ന് പറയും. അത് പേടി കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വിശ്വാസക്കുറവ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ജീവിതത്തിൽ സംതൃപ്തി ഇല്ലാത്ത ഒരു ക്യാരക്ടർ ആയിരിക്കാം നിങ്ങളുടേത്. അപ്പൊ അതുകൊണ്ട് എവിടേക്കോ നിങ്ങളുടെ സ്വാതന്ത്ര്യം തളച്ച് വെച്ച് പോകുന്നുണ്ട്. മനസ്സിലായോ? തളച്ചിടപ്പെട്ടു പോകുന്നുണ്ട്. അപ്പൊ ആ ഒരു തളച്ച് പോകേണ്ട സിറ്റുവേഷൻസ് ഇല്ല. എവിടെയും സ്റ്റക്കായിട്ട് നിൽക്കേണ്ട സാഹചര്യം ഇല്ല. അതിന്റെ ആവശ്യം നിങ്ങൾക്കില്ല എന്നാണ് പറയുന്നത്. കാരണം നിങ്ങൾ എൻഡ്ലെസ് ആണ്, ടൈംലെസ് ആണ്, ലിമിറ്റ്ലെസ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം തന്നെ യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി തരാനിരിക്കുന്ന കാര്യങ്ങളും വളരെ വലുതായിട്ട് തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ ഒരുക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ എവിടേക്കോ സ്റ്റക്നെസ്സിലേക്ക് പോകുന്നുണ്ട്. അതായത് സാധ്യത ഇല്ലായ്മയെയും വിഷമങ്ങളെയും ഒക്കെ, സംശയങ്ങളും ഇതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചിട്ട് വല്ലാണ്ട് അങ്ങോട്ട് സ്റ്റക്കിലേക്ക് പോകുന്നുണ്ട്. സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്നുണ്ട്. സ്വന്തം ചിറകുകൾ ഒടിച്ചിടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ആവശ്യമില്ല. ഓക്കെ, അത് ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കാം. ആൻഡ് ഓൾസോ സാക്രിഫൈസ്, ചില കാര്യങ്ങളൊക്കെ ത്യജിക്കേണ്ടി വരും. ഓക്കെ, പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകാം. മനസ്സിലായോ? അപ്പൊ അത് തീർത്തും നിങ്ങളത് കട്ട് ചെയ്ത് കളയാനായിട്ട് ശ്രമിക്കാം. ആ ഒരു വേദനാജനകമായിട്ടുള്ള കാര്യങ്ങൾ എഗെയിൻ ആലോചിച്ച് ചിന്തിച്ച് അത് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ആകർഷിപ്പിച്ചു കൊണ്ടിരിക്കാണ്ട് നിങ്ങളെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ, ഇപ്പൊ കഴിഞ്ഞുപോയ കാര്യങ്ങൾ നിങ്ങൾക്ക് ആലോചിക്കാം. പക്ഷെ അത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കണ്ടിന്യൂഷൻ ആയിട്ട് ആലോചിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ
ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ, വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ ഹേർട്ട് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. കാരണം അത് സാക്രിഫൈസ് ചെയ്യുക, അല്ലെങ്കിൽ അത് കട്ട് ചെയ്ത് കളയാനാണ് പറയുന്നത്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിലായിക്കോട്ടെ, പേഴ്സണൽ ലൈഫിലായിക്കോട്ടെ, നിങ്ങൾക്ക് ത്യജിക്കേണ്ടി വന്നിട്ടുണ്ടാകാം. ചിലപ്പോൾ ദൈവങ്ങളോട് പോലും നിങ്ങൾ വളരെയധികം നിങ്ങളുടെ ഇഷ്ടങ്ങളെല്ലാം ത്യജിച്ച് ഒരുപക്ഷെ ഉപവാസം എടുക്കുന്നുണ്ടാവും, വ്രതം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് ദീക്ഷ അല്ലെങ്കിൽ ധ്യാനം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാകും. ഇപ്പോൾ ഒരു വ്യക്തി ഗണപതിക്ക് തേങ്ങ ഉടക്കുന്ന ആ ഒരു കാർഡാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം തീർച്ചയായിട്ടും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു 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 റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും, ഔട്ട്പുട്ട് നിങ്ങൾക്ക് കിട്ടും. പക്ഷെ അതിന് കുറച്ച് സമയമെടുക്കും എന്നുള്ളതാണ്. ബിക്കോസ് യൂണിവേഴ്സ് നിങ്ങളിപ്പോൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പൊട്ടൻഷ്യൽ, നിങ്ങളുടെ ആ ഒരു സോളിൻ്റെ ആ ഒരു പ്യൂരിറ്റി, ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും അത് മനസ്സിലാക്കാനായിട്ട് നോക്കണം. യൂണിവേഴ്സിൻ്റെ ആ ഒരു രീതി നിങ്ങൾ മനസ്സിലാക്കി എടുക്കണം എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാൻ താല്പര്യപ്പെടുന്നത് ഐ മിസ് അവർ ഇൻസൈഡ് ജോക്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഉറപ്പായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരുപാട് തമാശകൾ നിറഞ്ഞിട്ടുള്ള കോൺവെർസേഷൻസ് ഒരുപാട് ഉണ്ടായിട്ടുണ്ടാകാം. ഇപ്പൊ നിങ്ങളാണെങ്കിലും ഈ പേഴ്സൺ ആണെങ്കിലും ഒരുപാട് തമാശ പറയുന്ന ഒരു കൂട്ടത്തിലുള്ള ആൾക്കാരായിരിക്കാം, തമാശകൾ വളരെയധികം ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കാം. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നല്ല രീതിയിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഇല്ലായ്മ മനസ്സിലാക്കുന്നുണ്ട്, അത് മിസ് ചെയ്യുന്നുണ്ട് എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. അതുപോലെ തന്നെ വളരെ പോസിറ്റിവിറ്റിയാണ്. അത് നിങ്ങളിൽ നിന്നും വിട്ടുപിരിയാൻ ഈ വ്യക്തി തയ്യാറല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സണ് നന്നായിട്ടിരിക്കാൻ പറ്റുന്നത് നിങ്ങളുടെ അടുത്താണ്. ഈ പേഴ്സൺ ആയിട്ട് സ്വന്തം ക്യാരക്ടറിൽ നിൽക്കാൻ പറ്റുന്നത്, ജീവിക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് മുന്നിൽ മാത്രമാണ്. അല്ലാത്ത പക്ഷം ഈ പേഴ്സൺ മറ്റുള്ളവരുടെ അടുത്ത് കാണിക്കുന്നതൊക്കെ കേവലം നാടകം മാത്രമാണ്. കാരണം മറ്റുള്ളവരുടെ മുന്നിൽ ചിലപ്പോൾ അങ്ങനെ നിന്നാലേ നിലനിൽപ്പുള്ളായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർ അത്രയും ഫ്രണ്ട്ലി ആയിരിക്കില്ല. അപ്പം നിങ്ങളുടെ അടുത്താണ് എന്താണെങ്കിൽ പോലും ഈ പേഴ്സൺ എക്സ്പ്രസ് ചെയ്യുന്നത്. അത് സന്തോഷമായിക്കോട്ടെ, ദേഷ്യം ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഏതൊരു ലെവൽ വെച്ച് നോക്കുകയാണെങ്കിലും ഈ പേഴ്സൺ എപ്പോഴും അത് താല്പര്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്, അത് പച്ചയായ രീതിയിൽ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് മുന്നിൽ നിൽക്കാനാണ്. അപ്പം അതുകൊണ്ട് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടുള്ളത് നിങ്ങളുടെ കൂടെ നിൽക്കുമ്പോഴാണ്. ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആകുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. സോ എന്ത് തന്നെ ആയാലും ഈ പേഴ്സൺ എപ്പോഴും ഒരു വെൽ ഓഫ് ആയിട്ട് നിൽക്കുന്നത് നിങ്ങളുടെ അടുത്താണ്. ആൻഡ് ഓൾസോ പാഷൻ ആണ് ഈ ഒരു കാർഡ് കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കണക്ഷനും കൂടി ആയിട്ട് കാണിക്കുന്നു. നിങ്ങൾ ഒരു പക്ഷേ ഒരേ പ്രൊഫഷൻ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് സംഗീതം വളരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഈ പേഴ്സണും സംഗീതം വളരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കാം, നൃത്തമായിരിക്കാം, മറ്റെന്തെങ്കിലും ടൈപ്പ് ഓഫ് കഴിവുകളായിരിക്കാം. അപ്പോൾ ഉറപ്പായിട്ടും ഇവിടെ ഒരു പാഷൻ കാണിക്കുന്നുണ്ട്. ഒരുമിച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ രണ്ടുപേരും ഒരേപോലെയാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യത്തിലും വളരെ പാഷൻ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു സ്നേഹം കൂടി ആയതുകൊണ്ടാണ് ഈ പേഴ്സണ് നിങ്ങളിൽ നിന്നും അകന്നു പോകാൻ പറ്റാത്തത്. ചിലപ്പോൾ ഒരുമിച്ച് പാട്ട് പാടുന്നത് നിങ്ങളുടെ ഒരു രീതിയായിരിക്കാം, സംഗീതവും പാട്ടൊന്നാണ്, നൃത്തമായിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയാ, പെയിന്റിങ് ആയിരിക്കാം, ആക്ടിങ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരേ കമ്പനിയിൽ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. ചിലപ്പോൾ ഈ പേഴ്സൺ നിങ്ങളുടെ അസിസ്റ്റന്റ് ആയിരിക്കാം, കൊളീഗ് ആയിരിക്കാം. അപ്പോൾ ഭയങ്കര അധികം പാഷൻ ആയിട്ടുള്ള ഒരു രീതിയിലാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ടും ഇവിടെ പാഷനേറ്റ് ആയിട്ടുള്ള എനർജി അത്രയും അധികം ഉയർന്നു നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളെ വിട്ടുള്ള ഒരു ജീവിതം ഈ പേഴ്സണെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ഈ പേഴ്സന്റെ പേഴ്സണൽ ലൈഫ് എന്ന് പറയുന്നത് അത്രയും ബോറിംഗ് ആയിട്ടുള്ള ഒരു ലൈഫാണ്. ഈ വ്യക്തിക്ക് ഒരു ഫാമിലി ഉണ്ടാകാം, സിംഗിൾ ആയിരിക്കാം, നിങ്ങളുടെ ഹസ്ബൻഡ് ഓർ വൈഫ് ആയിരിക്കാം, ഏത് സിറ്റുവേഷനിലുള്ളവയ്ക്കും ഇത് കാണാം. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരുടെയും ഇത് പറയുന്നത്. അപ്പം എന്തൊക്കെയാണെങ്കിലും ഈ പേഴ്സന്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ ബോറിംഗ് ആണ്. ഓക്കെ, അതെന്തൊക്കെ ഉണ്ട്, എന്തൊക്കെ ആൾക്കാരുണ്ട്, കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. വ്യക്തി ജീവിതത്തിൽ ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ പേഴ്സന്റെ ലൈഫ്, അങ്ങനെയാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്നപ്പോഴാണ് അത്
കളറായത്, ലൈഫ് കളർഫുൾ ആയത്. ഓക്കെ, അപ്പൊ അത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ഗിൽറ്റി ആണ്. യെസ്, ഐ ഫീൽ പെയിൻ ഫ്രം ദ ഡാമേജ് ഐ ഹാവ് കോസ്ഡ്. അപ്പൊ ഉറപ്പായിട്ടും ഈ വ്യക്തി നിങ്ങളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതൊരിക്കലും വേണം എന്ന് വെച്ചിട്ടല്ല, അത് സിറ്റുവേഷൻ അങ്ങനെ ആക്കിയതാണ്, സിറ്റുവേഷൻ കാരണം അങ്ങനെ സംഭവിച്ചു പോയതാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സൺ ഒട്ടും തന്നെ താല്പര്യപ്പെടുന്നില്ല എന്താ പറയാ, നിങ്ങളെ മനഃപൂർവ്വം വേദനിപ്പിക്കണം എന്നുള്ളത്. പക്ഷേ ഈ പേഴ്സൺ എന്തോ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ ചെയ്യേണ്ടി വന്നു എന്നാണ് കാണിക്കുന്നത്. അപ്പൊ അതിന് ഈ പേഴ്സൺ നല്ല രീതിയിൽ കുറ്റബോധമുണ്ട്, പശ്ചാത്തപിക്കുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാൻ കഴിയുന്നു. പിന്നെ പറയുകയാണെങ്കിൽ ദ സ്പിരിറ്റ് ഗൈഡ്സിന്റെ ഓവറോൾ എനർജിയാണ്. ഇതും പാഷനാണ്, പാഷനെ സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം ഈ ഒരു ലേഡിയുടെ കയ്യിൽ കത്തി ജ്വലിക്കുന്ന തീയാണ്. ആൻഡ് ഓൾസോ അതൊരു പാഷനാണ്, ഇന്നർ സ്ട്രെങ്ത് ആണ്. നിങ്ങളുടെ രണ്ടുപേരുടെ സ്ട്രെങ്ത് വൈസ് നോക്കുകയാണെങ്കിലും, കോൺഫിഡൻസ് ലെവൽ നോക്കുകയാണെങ്കിലും, വിശ്വാസം നോക്കുകയാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ സെയിം ആണ്. വളരെ പവർഫുൾ ആയിട്ടുള്ള രണ്ട് ആൾക്കാരാണ്. നിങ്ങൾ എപ്പോഴും കണക്റ്റഡ് ആണ്. അതങ്ങനെ നിൽക്കണം എന്ന് തന്നെയാണ് യൂണിവേഴ്സിൻ്റെയും ആഗ്രഹം. അതാദ്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം നമുക്ക് നെക്സ്റ്റ് പറയുകയാണെങ്കിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ 20-ാം തീയതി 777 ഡോക്ടർ സ്റ്റുഡൻറ്റ് കോഴിക്കോട് 13-ാം തീയതി 1 വീക്ക് ഒരാഴ്ച ഫുഡ്. ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.